ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. സോറി ഗുഡ് മോർണിംഗ് അല്ല, നമസ്കാരം എല്ലാവർക്കും. ഗുഡ് മോർണിംഗ് ഓൾറെഡി ഞാൻ മറ്റേ ഡെയിലി മെസ്സേജിൽ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ സാറിൽ എവിടെ ഇരിക്കട്ടെ അല്ലേ, ഗുഡ് മോർണിംഗ്. ഓക്കെ, സോ ഇന്നത്തെ റീഡിങ് ഓക്കെ, അതിന് മുമ്പ് എൻ്റെ പേഴ്സണൽ റീഡിങ്സ് ഇപ്പോൾ കുറച്ച് ദിവസം കൂടി ഇല്ല, ട്യൂസ്ഡേക്ക് ശേഷം ഞാൻ അനൗൺസ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഇന്നത്തെ റീഡിങ് എടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് മെസ്സേജ്, ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്, അവരുടെ തോട്ട്സ്, അവരുടെ എനർജി നിങ്ങളെ ടുവേർഡ്സ് എന്താണ്, ആൻഡ് ലൈക്ക് അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക എന്ന രീതിക്ക് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ പേഴ്സൻ്റെ തോട്ട്സ്, ഫീലിങ്സ്, എനർജി, ആക്ഷൻ എല്ലാം ലൈക്ക് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ഓക്കെ, നമുക്ക് അവരെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം, നിങ്ങളുടെ ബന്ധത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആൻഡ് അതിൻ്റെ തടസ്സവും എല്ലാം എനിക്ക് സ്റ്റോറി എന്താ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ഓക്കെ, സോ ആദ്യം അവരുടെ ഫീലിങ്സ് വെച്ച് തുടങ്ങാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നൈറ്റ് ഓഫ് കോയിൻസ്. ഓക്കെ, എല്ലാ സിറ്റുവേഷനും ഓക്കെ. ഇവിടെ എനിക്ക് നൈറ്റ് ഓഫ് കോയിൻസ് എനർജിയാണ് കാണുന്നത് ആദ്യം. സോ ഇവിടെ ഫീലിങ്സ് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളോട് ഒരു കമ്മിറ്റഡ് എനർജി എനിക്ക് വരുന്നുണ്ട്. അതായത് നിങ്ങളോടുള്ള ഫീലിങ്സ് അവർക്ക് ജെനുവിൻ ആണ്, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കണക്ഷൻ വേണം എന്ന രീതിക്ക് അവർക്ക് ചിന്തയുണ്ട്. നൈറ്റ് ഓഫ് കോയിൻസിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, കുറച്ച് സ്ലോ ആണ്, അവരൊരല്പം സ്ലോ മൂവിങ് എനർജിയാണ്. അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ പറയില്ലേ, ലൈക്ക് വളരെ ആലോചിച്ചും ചിന്തിച്ചും മാത്രമേ അടുത്ത സ്റ്റെപ്പ് എടുക്കുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ്. എല്ലാം ലൈക്ക് നമ്മൾ പറയില്ലേ, ഒരു കാല് വെച്ചിങ്ങനെ ഉറപ്പിച്ച് നിന്ന് അത് കറക്റ്റ് അല്ലേ, വീടില്ലല്ലോ എന്നൊക്കെ ഉറപ്പ് വരുത്തി മാത്രമേ അടുത്ത സ്റ്റെപ്പ് വയ്ക്കുള്ളൂ, അതുപോലെയാണ്. സോ അങ്ങനെ ഒരു എനർജിയാണ്. ബട്ട് അത് നല്ലതാണ്, ഒരു കണക്കിന് നല്ലതാണ്. ബിക്കോസ് അങ്ങനെ ഒരു സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു കണക്ഷൻ നമുക്ക് അതാണ് നല്ലത് ശരിക്കും. ഓക്കെ, അല്ലാതെ ഫാസ്റ്റ് മൂവിങ് ആയിട്ട് ശരിക്കും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എന്തെങ്കിലുമൊക്കെ തകരാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഇവരെ ആലോചിച്ചും ചിന്തിച്ചും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു എനർജി ഉണ്ട്, നിങ്ങളെ വേണം അവരുടെ ലൈഫിൽ എന്ന് മാത്രമല്ല. കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങളോട് ഒരു കമ്മിറ്റ്മെൻറ്റ് എന്ന രീതിക്ക് വരുന്ന രീതിയിലാണ്. ബട്ട് അതൊരു ചെറിയ ഓഫറാണ് എന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ മാരേജ് കമ്മിറ്റ്മെൻറ്റ് എന്ന രീതിക്കല്ല, ബട്ട് യെസ് അവരുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയൊരു എഫേർട്ടിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ് നമുക്ക് കാണുന്നുണ്ട് ഇവിടെ. ഓക്കെ, അവരുടെ ഫീലിങ്സ് നിങ്ങളോട് ആക്ച്വലി വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു ഫീലിംഗ് കൂടി എന്ന് പറയണം. കാരണം എവിടെയോ അവർ ഈ റിലേഷൻഷിപ്പിനെ ഒരു സീരിയസ് ലെവലിലേക്ക് കാണുന്നുണ്ട്. ഓക്കെ, അല്ലാതെ റൊമാൻറ്റിക് വരും നോക്കാം, നമുക്ക് ഇനിയും കൂടുതൽ കാർഡ്സ് വരുമ്പോൾ കിട്ടും. അവർ ജഡ്ജ്മെൻറ്റ് കാണുന്നുണ്ട്. സോ അവർ വളരെ ന്യായമായത് ചെയ്യണം എന്നൊരു ചിന്ത അവർക്കുണ്ട്. ഇതുവരെ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്, ഇതുവരെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്തായിരുന്നു എന്ന് ചിന്തിക്കുന്നുണ്ട്. മാത്രമല്ല മുന്നോട്ടും അവർക്ക് എങ്ങനെയാണ് ന്യായം ചെയ്യാൻ പറ്റുക എന്ന രീതിക്ക് അവർക്കൊരു വളരെ സീരിയസ് ആയിട്ട് കാണുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിനെ ഒരു സ്പിരിച്വൽ ആയിട്ട് കാണുന്നുണ്ട്, സ്പിരിച്വൽ അവേക്കനിങ് എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. മേ ബി അവർക്കൊരു സ്പിരിച്വൽ അവേക്കനിങ് ഫീൽ ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, അവരുടെ ഫീലിങ്സിന് ഒരു കാർഡ് കൂടി എടുത്തേക്കാം ആൻഡ് തോട്ട്സ് എടുക്കാം. നെക്സ്റ്റ് സ്ട്രെങ്ത്തും കാണുന്നുണ്ട്. യെസ്, പക്ഷേ ഒരു ലേശം ഹോൾഡ് ബാക്ക് എനർജി എന്ന് പറയാൻ തോന്നുന്നു എനിക്ക്. ഹോൾഡ് ബാക്ക് എനർജി അത് ഇവിടെക്കാരൻ ഇവിടെ വളരെ സ്ലോ ആണെന്ന് ഞാൻ പറഞ്ഞു. ബട്ട് ഒരു സോൾ കണക്ഷൻ ആണ്, സോൾമേറ്റ് കണക്ഷൻ ആണ്, വളരെ സ്ട്രോങ് ബോണ്ടാണ് നിങ്ങൾ തമ്മിൽ ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഒരു ലേശം ഒരു ഹോൾഡ് ബാക്ക് ഉണ്ട്, കുറച്ചൊരു അവരുടെ ഭാഗത്തുനിന്ന് ആ ഒരു ഫീലിങ്സിൻ്റെ എക്സ്പ്രഷൻ്റെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ആ ബന്ധത്തിൽ അവരൊരു അല്പം ഒന്ന് കൺട്രോൾഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന പോലെയാണ്. അതായത് ഫീലിങ്സ് ഒന്നും തുറന്ന് അധികം എക്സ്പ്രസ് ചെയ്യാതെ ഒരു ബന്ധത്തിനെ വളരെ ജസ്റ്റ് ഇങ്ങനെ ഒരു കണക്ഷൻ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ മാത്രം ഒരു ശ്രമം. ഓക്കെ, ബട്ട് അതിലൊരു ഇമോഷൻസ് ഇപ്പോൾ കാണുന്നില്ല ഇവിടെ. ഓക്കെ, നമുക്ക് നോക്കാം ഒരു ചിന്തകളിൽ എന്താണ് ഇവിടെ വരുന്നത് നോക്കാം. ഒരു ചിന്തിക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിനെ കുറിച്ച്. ചാരിയറ്റ് ഉണ്ട്, 9 of swords ആൻഡ് 6 of coins, Ace of wands. ഓക്കെ, നിങ്ങളോട് വളരെയധികം അട്രാക്ഷൻ ഉണ്ട്, യാതൊരു ഡൗട്ടും ഇല്ല. Ace of wands ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിലൊരു ഇപ്പോൾ ന്യൂ ബിഗിനിങ് എന്ന് പറയുമ്പോൾ കുറച്ച് പേർക്ക് ഇവിടെ മാരേജ് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു ലൈഫിൻ്റെ അങ്ങനെ ഒരു എനർജി നമുക്ക് എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പം സെപ്പറേഷനൊക്കെ ആണെങ്കിൽ വീണ്ടും ഒരു റിന്യൂവൽ എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ റീസ്റ്റാർട്ട് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു ലൈഫ് തന്നെ ആഗ്രഹിക്കുന്ന പോലെയാണ്. ചാരിയറ്റ് ഉണ്ട്, ഇവിടെ മൂവ്മെൻറ്റിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതായത് മുന്നോട്ട് എന്താ വേണ്ടത് എന്നൊരു ചോയ്സ് എടുക്കാൻ ശ്രമിക്കുന്ന പോലെയാണ്. മുന്നോട്ട് വേണം അവർക്ക് റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും. ആൻഡ് അതിന് എങ്ങനെ പോകണം, എങ്ങനെ വേണം, എന്ത് വേണം എന്ന് ചിന്തിക്കുന്ന ഒരു രീതിയിലാണ് 9 of swords എനർജിയും പറയുന്നത് ഇവിടെ. പക്ഷേ അതിൻ്റെ ഒപ്പം അവർക്ക് ഒരു ടെൻഷൻ ഉണ്ട്, അവർക്ക് ഒരു ടെൻഷൻ ഉണ്ട്, സ്ട്രെസ് ഉണ്ട്, പേടിയുണ്ട്, പല കാര്യങ്ങളും അവരെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ. ഓക്കെ, ബ്ലോക്കേജസ് ഉണ്ട് ഇവിടെ ചില കാര്യങ്ങൾ. അതിൻ്റെ റീസണും ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. 6 of coins, അതായത് ഈക്വൽ നിങ്ങൾ തമ്മിലൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് അല്ല എന്നുള്ളത് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ വേറൊരു സിറ്റുവേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നത്
നിങ്ങളുടെ പേഴ്സൺ വേറെയും കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന രീതിക്കാണ്. അതിപ്പോൾ നമുക്കിവിടെ ഒരു 2 ഓഫ് കോയിൻസ് ഉണ്ടായിരുന്നു. 2 ഓഫ് കോയിൻസ് പറയുമ്പോഴും നമ്മൾ പറയുന്നത് ഒരു 2 സിറ്റുവേഷൻ അല്ലെങ്കിൽ പല സിറ്റുവേഷൻസ് അവർ ജഗിൾ ചെയ്യുന്ന പോലെ അവരുടെ ലൈഫിൽ. ഐ തിങ്ക് ഇത് നിങ്ങൾ തമ്മിലൊരു നിങ്ങൾ പേഴ്സൺ മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർ വേറെ കമ്മിറ്റ്മെൻറ്റ് ഓൾറെഡി ഉറപ്പിച്ച് കാണാം, മാരേജ് ഉറപ്പിച്ച് കാണാം, അല്ലെങ്കിൽ ഫാമിലി തടസ്സമായിരിക്കാം, എന്ത് തന്നെയായാലും. ഓക്കെ, സോ ഇവിടെ ഒരു തേർഡ് പാർട്ടി എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ കൂടി നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ കുറച്ച് പേർക്ക് ജോലി അങ്ങനത്തെ കാര്യങ്ങളും ആവാം. ഓക്കെ, ജോലി ഫൈനാൻസസ് ജഗിൾ ചെയ്യുന്ന രീതിക്കും ആയിരിക്കും അവരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ. അപ്പം എന്തായാലും തടസ്സമുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിറ്റുവേഷൻ മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകണമെന്ന് അവർക്കും അറിയുന്നില്ല. ചിന്തകളിൽ അവർക്കൊരു നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ അവർക്കൊരു ടെൻഷൻ വരികയാണ്. ദാറ്റ് ഇതിനെ മുന്നോട്ട് എങ്ങനെ മാനേജ് ചെയ്യും, എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും, അല്ലെങ്കിൽ പോലെ തന്നെ എവിടെയോ എനിക്കൊരു തോന്നലുണ്ട് ദാറ്റ് നിങ്ങൾക്ക് അവരെ കൂടുതൽ സമയം തരാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഷൻ തരാൻ പറ്റുന്നില്ല, കെയർ തരാൻ പറ്റുന്നില്ല എന്നൊരു കാര്യമുണ്ട്. മേ ബി അതിൻ്റെ കുറ്റബോധവുമായിരിക്കാം. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇവിടെ ചിന്തകളിൽ അഗൈൻ എനിക്കൊരു കൺഫ്യൂഷൻ്റെ എനർജിയാണ് വരുന്നത്. ഒരു ഇഷ്ടമില്ലാഞ്ഞിട്ടോ സ്നേഹമില്ലാഞ്ഞിട്ടോ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ തന്നെ നമുക്ക് വലിയൊരു ഏസ് ഓഫ് വോൺസ് പറയുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം അട്രാക്ഷൻ, പാഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കാണുന്നത്. ബട്ട് അവർക്ക് ചില കാര്യങ്ങൾ, ചില ടെൻഷൻ ഉണ്ട്. ഓക്കെ, ഒരു തേർഡ് പാർട്ടി എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഓക്കെ, നമുക്കിവിടെ എന്താണ് നിങ്ങളുടെ ഇടയിൽ തടസ്സത്തിൻ്റെ ഒരു റീസൺ നമുക്ക് എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഫ്യൂച്ചർ ആക്ഷൻ കൂടി പറയാം. ഓക്കെ, ഇവിടെ നിങ്ങളുടെ ഇടയിൽ മേജർ ഒരു തടസ്സം എന്താണ് നമുക്ക് തോന്നുന്നത്? ഒരു മേജർ തടസ്സം നിങ്ങളുടെ ഇടയിൽ, നിങ്ങളുടെ ബന്ധത്തിൽ എന്താണ് ഏറ്റവും വലിയ ഒരു തടസ്സമായിട്ട് നമുക്ക് കാണുന്നത്? എന്താണ് നമുക്ക് നോക്കാം. Four of Cups, okay. Princess of Cups, 2 of Swords, okay. And the markindi varum card, Death card, okay. See, ഇവിടെ അവർക്ക് ഫീലിംഗ്, wow, oh my god, അയ്യോ. ഓക്കെ, വെരി ക്ലിയർ എന്ന് പറഞ്ഞാൽ വെരി ക്ലിയർ. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, അവർ നിങ്ങളോട് താല്പര്യമില്ലാഞ്ഞിട്ടല്ല, അവർക്ക് നിങ്ങളെ വേണം, തീർച്ചയായിട്ടും വേണം അവർക്ക്. ഓക്കെ, പക്ഷേ ഇവിടെ അവർ നിങ്ങളുടെ അടുത്തേക്ക് ഒരു അപ്രോച്ചുമായിട്ട് വരണമെങ്കിൽ, ഓക്കെ, അവർ പേജ് ഓഫ് കപ്സ് പറയുമ്പോൾ നമ്മളൊരു അപ്രോച്ചാണ്. ഇവിടെ നിങ്ങൾ അങ്ങോട്ട് ഒരുപാട് പോകുമ്പോഴും ഒന്നും അവർ താല്പര്യമില്ലാത്ത പോലെയൊക്കെ കാണിക്കുന്നുണ്ടാവാം. ഇപ്പോൾ അവർ ഐ തിങ്ക് ഒരു ഡിറ്റാച്ച്ഡ് മോഡിൽ ഇരിക്കുന്നുണ്ട്, അതായത് ഒന്നിലും താല്പര്യമില്ലാത്ത രീതിയിൽ ഇരിക്കുന്നുണ്ട്. നിങ്ങളോട് മേ ബി അത് കൂടുതൽ അങ്ങനെ കാണിക്കുന്നുണ്ടാവാം. പക്ഷേ ഐ തിങ്ക് നിങ്ങളോട് മാത്രമല്ല, ഓവറോൾ അങ്ങനെ ചില കാര്യങ്ങൾ വരുന്നുണ്ട്. അവർക്ക് ഇപ്പോൾ ഒന്നിനോടും ഒരു താല്പര്യമില്ലാതായ ഒരു അത് വേണ്ടാഞ്ഞിട്ടല്ല, പക്ഷേ നമ്മൾ പറയില്ലേ സ്ട്രെസ്സും കാര്യങ്ങളും കൊണ്ടായിരിക്കും. ഓക്കെ, ചില സമയത്ത് നമ്മൾ അങ്ങനെ ആയിപ്പോവും അല്ലേ, സ്ട്രെസ്സൊക്കെ കൂടുതൽ വരുമ്പോൾ ഒന്നും വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയില്ലേ. സോ അങ്ങനെ ഒരു എനർജിയിലാണ്. ബട്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങളുടെ അടുത്തേക്ക് വരണമെങ്കിൽ, ഓക്കെ, നിങ്ങൾക്ക് ഒരു ഓഫർ തരാൻ ആഗ്രഹിക്കുന്നത്, മീൻസ് അതൊരു സ്നേഹത്തിൻ്റെ ഓഫർ തരാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. അത് ഈവൻ ഉണ്ടാവാം, ചെറിയ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാം. ഉണ്ടെങ്കിൽ തന്നെ അതൊരു വളരെ ചെറിയ കമ്മ്യൂണിക്കേഷനാണ് അവർ വെക്കുന്നത്. ഒരുപാട് അവരുടെ ഭാഗത്തുനിന്ന് അവർക്ക് ആഗ്രഹമൊക്കെ വളരെ സിൻസിയർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. പക്ഷെ അത് കാണിക്കുന്നത് അവർ വരുന്നത് ഒരു ചെറിയൊരു മെസ്സേജ്, അല്ലെങ്കിൽ ഒരു അന്വേഷണം, അല്ലെങ്കിൽ ഒരു ഹായല്ലോ, അങ്ങനെയുള്ള രീതിയിൽ മാത്രമേ അവർ നിൽക്കുന്നുള്ളൂ. കാരണം ഇവിടെ മെയിനായിട്ട് 2 സോർട്സ് എനർജി, കൺഫ്യൂഷൻ്റെ എനർജി, അഗൈൻ 2ൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇവിടെ വീണ്ടും ആക്ച്വലി ഇതിവിടെ 2 ഓഫ് വോൺസും ഉണ്ട്. നേരത്തെ നമ്മൾ 2 ഓഫ് പെൻറ്റിക്കിൾസ് കണ്ടിരുന്നു, അതും ഇവിടെ ഉണ്ടാവണം, ഇല്ല പോയത്. ഓക്കെ, 2 ഓഫ് പെൻറ്റിക്കിൾസ് നേരത്തെ ഉണ്ടായിരുന്നു. സോ തീർച്ചയായിട്ടും ഇവിടെ ജഗ്ലിംഗ്, 2 എനർജി, ഡബിൾ എനർജി. സോ ഒരു തേർഡ് പാർട്ടി എനർജി വളരെ സ്ട്രോങ് ആണ്. എനിക്ക് ആ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ അത് ആരും ആവാം, ഞാൻ പറഞ്ഞ പോലെ. സോ ഞാൻ സിറ്റുവേഷൻ ഇവിടെ എക്സാക്റ്റ് എടുക്കുന്നില്ല, ബട്ട് പലതും ആവാം. സോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലുണ്ട്. നിങ്ങളെ ചൂസ് ചെയ്യണോ വേണ്ടേ എന്നുള്ള ഒരു കൺഫ്യൂഷനാണ് മെയിനായിട്ട്. ചൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അവരുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അങ്ങനെ നിങ്ങളെ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ അവർക്ക് പലതും ഉപേക്ഷിക്കേണ്ടി വരും. ഓക്കെ, അവർക്കിവിടെ ചിലത് ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ ചിലത് വിട്ട് കളഞ്ഞ്, ചിലത് അവരെ മാറ്റങ്ങൾ അവരെ ലൈഫിൽ കൊണ്ടുവരേണ്ടി വരും. അവരിൽ മാറ്റങ്ങൾ, അല്ലെങ്കിൽ അവരെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടി വരും. ഇതൊരു വലിയൊരു ചേഞ്ചാണ്. ഓക്കെ, ഇത് അവർക്കൊരു മേജർ ചേഞ്ച് ആയിട്ട്, അല്ലെങ്കിൽ മേജർ സ്റ്റെപ്പ് അവരെടുക്കേണ്ടി വരും. നിങ്ങളെ ചൂസ് ചെയ്യണമെങ്കിൽ, നിങ്ങളോട് കൂടുതൽ കമ്മിറ്റഡ് ആയിട്ട് നിൽക്കണമെങ്കിൽ അവർ ചില കാര്യങ്ങൾ അവരെ ലൈഫിൽ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടി വരും. അത് പലതരത്തിലായിരിക്കാം. കുറച്ച് പേർക്ക് ഇവിടെ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളുടെ പേഴ്സൺ ഒരല്പം പ്ലെയർ എനർജി എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, ഒരല്പം കേട്ടോ, മീൻസ് നിങ്ങളോട് സിൻസിയർ ആയിട്ടുണ്ടില്ല എന്നല്ല, ബട്ട് എന്നാലും അവർക്കൊരു, എനിക്ക് തോന്നുന്നു അവരൊരു നേച്ചറിൽ ചില കാര്യങ്ങൾ ഉണ്ടാവാം, ചില സ്വഭാവത്തിൽ ചില കാര്യങ്ങൾ, കുറച്ചൊരു മേ ബി ഈ റിലേഷൻഷിപ്പിനെയും അവർ ആദ്യം ഒരു അത്ര സീരിയസ് ആയി എടുത്ത് കാണില്ല.
പിന്നീട് അല്ലെങ്കിൽ അത് മാത്രമല്ല ഇപ്പോഴും മേ ബി അവർ ചില ചാറ്റിങ്ങോ ഫ്ലർട്ടിങ്ങോ ചിലപ്പോൾ ഉണ്ടാവാം. സോ അങ്ങനെ കുറച്ച് പേർക്ക് കേട്ടോ, എല്ലാവർക്കും അല്ല, ചില കുറച്ച് പേർക്ക് അങ്ങനെ ഒരു എനർജി വരുന്നുണ്ട്. അങ്ങനെ അവർ നിങ്ങളെ ചൂസ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഇപ്പോൾ ലൈഫിൽ അവർക്ക് നിങ്ങളെ വേണം എന്ന രീതിക്ക് അവർ ചൂസ് ചെയ്യുകയാണെങ്കിൽ അവർ വലിയൊരു മാറ്റം തന്നെ വരുത്തണം. ഓക്കെ, അവരുടെ സ്വഭാവത്തിൽ, അവരുടെ ക്യാരക്ടറിൽ, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവൃത്തികളിൽ, ചിലപ്പോൾ അവർ സിറ്റുവേഷൻസ് തന്നെ, ലൈഫിൽ തന്നെ സിറ്റുവേഷൻസ് തന്നെ ചിലപ്പോൾ അവർക്ക് വളരെയധികം വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. ആൻഡ് അതിനെ അവർ ഭയക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭയമുണ്ട് തീർച്ചയായിട്ടും, അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട് അവർക്ക്. ആ ചേഞ്ച് അത്ര എളുപ്പമല്ല, അതൊരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ അവർക്കത് എടുക്കാൻ, ആ ഒരു തീരുമാനം എടുക്കാനാണ് അവർക്ക് പേടി. ഓക്കെ, ആ ഒരു ഡിസിഷനാണ് ഇവിടെ ഏറ്റവും വലിയ തടസ്സമായിട്ട് നിൽക്കുന്നത്. ദേ ഹാവ് ടു ഒരു മേജർ ട്രാൻസ്ഫോർമേഷൻ വരണം ഇവിടെ. ഓക്കെ, മേജർ ആക്ച്വലി ജഡ്ജ്മെൻറ്റ് കാർഡ് ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരുന്നു. ജഡ്ജ്മെൻറ്റും ഡെത്തും ഒക്കെ പറയുമ്പോൾ നമ്മൾ വളരെ മേജർ ചേഞ്ചസ് ആണ് ലൈഫിൽ. അങ്ങനെ അതെടുക്കാൻ അത്ര എളുപ്പമല്ല. ഓക്കെ, നമ്മുടെ സ്വഭാവങ്ങൾ മാറ്റുക, ക്യാരക്ടർ മാറ്റുക വേറെ ആൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ പലതും വിട്ടുകളയുക, ഒന്നും അത്ര എളുപ്പമുള്ള കാര്യങ്ങളല്ല. ആൻഡ് അത് ചെയ്യാൻ ശരിക്കും വളരെ എന്താ പറയുക, അത്ര എളുപ്പത്തിൽ സാധിക്കില്ല. ഇനി വേറെ ഒരു സ്പിരിച്വലി ഒരു അലൈൻമെൻ്റ് ഒക്കെ വരുമ്പോഴേ അത് നടക്കുള്ളൂ. സോ എന്തായാലും ഇപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമുണ്ട് എന്ന് അവർക്കറിയാം ഞാൻ മാറണം, ഞാൻ ചേഞ്ച് ആവണം എന്നവർക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷെ ആ ഒരു ഡിസിഷൻ എടുക്കാൻ, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ്, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ അവരിപ്പോൾ തയ്യാറല്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല. മേ ബി മാറ്റങ്ങളുടെ ഒരു ചെറിയ ചേഞ്ചസ് അവരുടെ ഉള്ളിൽ ഉണ്ടാവാം, ചെറുതായിട്ടെങ്കിലും ഉണ്ടാവാം. ബട്ട് ഫുള്ളി ഒരു മാറ്റം ഇപ്പം നമുക്ക് കാണുന്നില്ല. ഓക്കെ, ഇപ്പോഴത്തെ ലെവലിൽ നമുക്ക് ആ ഒരു ഫുൾ ചേഞ്ച് ആയിട്ട് നമുക്ക് കാണുന്നില്ല. ബട്ട് ഇവിടെ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെയാണ് അവരുടെ മനസ്സിൽ ലൈക്ക് വളരെ, നമ്മൾ പറയില്ലേ, എനിക്ക് വലിയ വലിയ വാക്കുകളൊക്കെയാണ് വരുന്നത്, പ്രതിഷ്ഠിച്ചിരുത്തിയിരിക്കുന്നതെന്നൊക്കെ പറയാനൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം സോൾ കണക്ഷനാണ് കാണുന്നത്, സോൾമേറ്റ് ആണ്, 2 ഓഫ് കപ്സ് എനർജിയാണ്, വളരെയധികം സ്നേഹം എന്ന രീതി കാണുന്നുണ്ട്. കിങ് ഓഫ് കപ്സ് രണ്ടും കൂടി ഒന്നിച്ചാണ് വന്നിട്ടുള്ളത്. സോ കിങ് ഓഫ് കപ്സ് എനർജി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്രയും മെച്ചുവേർഡ് ആയിട്ടുള്ള ലവ്, ഞാൻ പറയുമ്പോൾ അവിടെ 11 ക്ലോക്കിൽ എൻ്റെ ഇതിൽ ടൈമറിൽ നിങ്ങൾ നോട്ട് ചെയ്തോളൂ വേണമെങ്കിൽ. സോ 11 തീർച്ചയായിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് യെസ് അവരുടെ ഉള്ളിൽ തീർച്ചയായിട്ടും നിങ്ങളുണ്ട്, അതിനൊരു ഡൗട്ടും വേണ്ട. ആൻഡ് 11 നമ്മളെപ്പോഴും ട്വിൻ ഫ്ലെയിം റിയൂണിയൻ എന്നൊക്കെ വിളിക്കാറുണ്ട്, യൂണിയൻ എനർജി എന്നൊക്കെ പറയാറുണ്ട്. സോ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളോടുള്ളത് അവർക്ക് ആ ഒരു നമ്മൾ പറയില്ല, മനസ്സുകൊണ്ടുള്ള ആ ഒരു കണക്ഷൻ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ വിട്ട് കളയാൻ അവർക്ക് ഒരിക്കലും സാധിക്കില്ല, നിങ്ങളെ വിട്ടുപോകാൻ അവർക്ക് ഒരിക്കലും സാധിക്കില്ല. അവർ അക്സെപ്റ്റ് ചെയ്യില്ലായിരിക്കും. ഓക്കെ, ഇത് എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ, കുറച്ച് പേര് സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യില്ല. അത് ഇത് ഞാൻ ശ്രദ്ധിച്ചില്ല, ഓ മൈ ഗോഡ്, ഇത് രണ്ടും ഞാൻ ശ്രദ്ധിച്ചതില്ല, ഓ ഗോഡ്. Ace of Swords, Ace of Cups, നേരത്തെ Ace of Wands. So yes, definitely you are very very important to them. ഓക്കെ, നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവർക്ക്. അവർ നിങ്ങളുടെ മുമ്പിൽ ചിലപ്പോൾ അത് കാണിക്കില്ല. ഓക്കെ, നിങ്ങളോട് ചിലപ്പോൾ പറഞ്ഞൊന്നും വരില്ല, നിങ്ങളോട് അത് പ്രകടിപ്പിച്ചു ഒന്നും വരില്ല. പക്ഷേ മനസ്സുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അവരുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ലൈഫിൽ അതിന് വേണ്ട എഫേർട്ട് ഇടാൻ അവർ സ്റ്റക്കാണ്. ഓക്കെ, ആൻഡ് ഇവിടെ ഏസ് ഓഫ് കോയിൻസ് ഉണ്ട്. ഈ ഒരു കമ്മിറ്റ്മെൻറ്റ് ലെവലിലേക്ക് വരാനാണ് അവർ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. അതാണ് പ്രശ്നം. ഏസ് വീണ്ടും വന്നു, 4 ഏസ് നമുക്ക് റീഡിങ്ങിൽ. ഇത് ഫസ്റ്റ് ലൈക്ക് വെരി റയർ. ഓക്കെ, ഇങ്ങനെ സംഭവിക്കാറില്ല, വളരെ റയറായിട്ടാണ് വരാറ്. 4 ഏസാണ് നമുക്ക് വന്നതെന്ന്. സോ അത്രയും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണക്ഷൻ തന്നെയാണ് നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ ഇസ് വെരി സ്ട്രോങ്. ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ മാറ്റി തോന്നുന്നു. ഓക്കെ, സോ 4 ഏസാണ് നമുക്ക് വന്നത്. സോ വൺ ഓഫ് ദ ബെസ്റ്റ് റീഡിങ്സ് തന്നെ എനിക്ക് വിളിക്കണം. ബിക്കോസ് ഇത് നമുക്ക് ഐ തിങ്ക് ഞാൻ ഫുൾ ഡീറ്റെയിൽ എന്ന് എടുക്കാമെന്ന് തീരുമാനിച്ചത് വളരെ നന്നായി. പേഴ്സണിനെ നമുക്ക് ഫുള്ളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. അവരിതിന് എഫേർട്ട് ഇടുന്നില്ല, അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റിനാണ് അവർ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. ഇതിന് എഫേർട്ട് ഇടണം എന്ന് അവർക്കറിയാം, അല്ലെങ്കിൽ അവരൊരു മാറ്റം വരണം എന്ന് അവർക്കറിയാം. അവരുള്ളിൽ പക്ഷേ ഇപ്പോഴും കൺഫ്യൂഷനാണ്. ഈ ഒരു ആക്ഷൻ എടുക്കാനാണ് അവർ കൺഫ്യൂഷൻ ആവുന്നത്. അതായത് ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് വരാൻ, അവർ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് അവർ പേടിക്കുന്നത്. അതിനാണ് അവർ മടിച്ചു നിൽക്കുന്നത്. എന്ന് വെച്ച് സ്നേഹമില്ല എന്നല്ല അർത്ഥം. ഓക്കെ, ബട്ട് ഫീലിങ്സ് ഒരുപാടുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ആക്ഷനിലാണ് കുറച്ച് മടിക്കുന്നത്. ആക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഫുള്ളി കമ്മിറ്റഡ് ആവാനുള്ള അവരൊരു സ്റ്റെപ്പ് ബാക്കിലേക്ക് എടുക്കുന്നുണ്ട്. അത് അവരുടെ ഉള്ളിൽ ചില കാര്യങ്ങൾ അങ്ങനെ തടസ്സങ്ങൾ ഉണ്ടാവാം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു നമ്മളങ്ങനെ അത്രത്തോളം കമ്മിറ്റഡ് ആവുക, ഒരാളോട് മാത്രം നമ്മൾ നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ ലൈക്ക് അതൊരു ലൈഫ് ചേഞ്ചിങ് കാര്യമാണ് അല്ലേ. നമുക്കത് പറയുമ്പോൾ നിങ്ങളത് എനിക്ക് മനസ്സിലാവും. നിങ്ങൾ പറയുന്ന ഒരു ആർഗ്യുമെൻ്റ് എനിക്കറിയാം നന്നായിട്ട്. നിങ്ങളെല്ലാവരും അത് ചെയ്യും അല്ലേ, നിങ്ങളത് ചെയ്യാൻ തയ്യാറാവും. പക്ഷേ ആ പേഴ്സൺ അതുപോലെ തയ്യാറാവണം നിർബന്ധമില്ല. കാരണം നമ്മളല്ല അവർ. ഓക്കെ, അതാണല്ലോ വ്യത്യാസം. ഓക്കെ, സോ മനസ്സിലാക്കുക. സോ എല്ലാവർക്കും അത് പോസിബിൾ ആവില്ല. ഓക്കെ, അത്രത്തോളം ഈസി അല്ല. സോ അപ്പോൾ ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്, വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങളോട് സ്നേഹമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ സിറ്റുവേഷൻ ഒരു അല്പം സ്റ്റക്കായിട്ട് തന്നെ എനിക്ക് കാണുന്നുണ്ട്. അവരുടെ ഭാഗത്തുനിന്നുള്ള എഫേർട്ടിൻ്റെ ഒരു കുറവ് ഇവിടെ എനിക്ക് കാണുന്നുണ്ട്. ബട്ട് യെസ്, ഫീലിങ്സ് വളരെയധികം ദേ ആർ ഹോൾഡിങ് യു വെരി ക്ലോസ് ടു ദെയർ ഹാർട്ട് എന്ന് തന്നെ പറയണം. നിങ്ങളെ വിട്ടുകളയാൻ ഒരിക്കലും അവർ ആഗ്രഹിക്കുന്നില്ല എന്ന രീതിക്ക് തന്നെയാണ്. ആക്ഷനിൽ നമുക്ക് ഒരുപാട് എനിക്ക് ആക്ഷൻസ് ഒന്നും പറയാനില്ല. ചെറിയ ചെറിയ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, ചിലപ്പോൾ ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജി ഉണ്ടാവും. അതവർ കൂടുതലായിട്ട് പ്രകടിപ്പിക്കാത്ത ഒരു എനർജി തന്നെയാണ് ഇപ്പോഴും വരുന്നത്. കിങ് ഓഫ് കപ്സും അങ്ങനെ തന്നെയാണ്. ഫീലിങ്സ് ഉള്ളത് തുറന്ന് പറയില്ല.
ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ള അഡ്വൈസ് ഞാൻ എടുത്തേക്കാം. ഓക്കെ, നമുക്ക് നിങ്ങൾക്ക് എന്താ അഡ്വൈസ് വരുന്നത് നോക്കാം. വാവ്, ക്ലെയിം ചെയ്യൂ. ഓക്കെ, ഇതിൻ്റെ ഞാൻ പറയുന്ന കാര്യങ്ങൾ പക്ഷെ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. ഓക്കെ, നിങ്ങളോട് ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഇത് പേഴ്സൻ്റെ ഭാഗം പറഞ്ഞതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാ റീഡിങ്ങിലും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, സെൽഫ് ലവിൽ നിൽക്കാം. ഓക്കെ, അതെന്തുകൊണ്ട് പറയുന്നു എന്ന് ഇനിയും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഈ റീഡിങ്സ് ഞാൻ നിർത്തും. ഞാനിപ്പോൾ അതാണ്ടാവാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കുള്ള മെസ്സേജ് യൂണിവേഴ്സ് എന്താ പറയുന്നത്? നിങ്ങൾ ഈ സിറ്റുവേഷനിൽ എന്താ ചെയ്യേണ്ടത്? ഡിനയൽ, ഡിവൈൻ കൗണ്ടർ പാർട്ട്. ഓ മൈ ഗാഡ്. ഓക്കെ, ലെറ്റ്സ്. ഓ സോൾമേറ്റ്. ഓ മൈ ഗാഡ്, നമ്മൾ വന്ന എല്ലാ കാർഡ്സും വീണ്ടും വന്നില്ലേ ഇവിടെ? നോക്കൂ, 2 of Cups വന്നു, നമ്മളുടെ ജഡ്ജ്മെൻറ്റ് കാർഡ് വന്നു, അബണ്ടൻസ് ഉണ്ട് ഇവിടെ, പീസ്. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. ലെറ്റ് മീ സി 2-3 കാർഡ് കൂടെ. Confession, declutter, one more card, please pay attention. ഓക്കെ, മതി. ഇത് ഞാൻ ആദ്യം എടുത്തപ്പോൾ ഞാൻ കണ്ടതാണ് കേട്ടോ. ഞാനത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ഈ കാർഡ് ഫസ്റ്റ് കണ്ടിരുന്നു. ഓക്കെ, ബി റിസെപ്റ്റീവ് ടു എനി ന്യൂ എക്സ്പീരിയൻസസ്, ചേഞ്ച് ലീഡ്സ് ടു ഗ്രോത്ത്, കമ്മ്യൂണിക്കേറ്റ്. എന്തായാലും റിസീവ് ആൻഡ് എക്സ്പ്രസ് ട്രൂത്ത് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബസ്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ വരാനുള്ള സാധ്യതയാണ്. ഒരു മാറ്റം വരും എന്നുള്ളൊരു കാര്യം നമുക്ക് ഇവിടെ ഒരു സൂചന കിട്ടുന്നുണ്ട്. പേഴ്സണൽ മാറ്റങ്ങൾ വരും. ട്രാൻസ്ഫോർമേഷൻ്റെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? സോ അവീക്കനിങ്ങിൻ്റെ കാർഡ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ജഡ്ജ്മെൻറ്റ് കാർഡ്. സോ പേഴ്സണലിൽ ഒരു അവീക്കനിങ് വരാനുണ്ട്, ഒരു അവീക്കനിങ് അവർക്ക് സംഭവിക്കാനുണ്ട്. അവർ ചില കാര്യങ്ങൾ ശരിക്കും നമ്മൾ പറയില്ല, വളരെ സീരിയസ് ആയിട്ട് ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവും നിങ്ങൾ തമ്മിലുള്ള ബോണ്ട് എന്താണ് എന്നുള്ളത്. അവരൊരു മനസ്സിലാക്കൽ വരും അവർക്ക്. ഇപ്പം എന്താണെന്ന് വെച്ചാൽ പേഴ്സൺ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ ആ 2 of Swordsൻ്റെ ഒരു എനർജി പോലെയാണ്. അവർക്കറിയാം, സത്യങ്ങളറിയാം, അവർക്കറിയാം നിങ്ങൾ എന്താണ് അവരുടെ ലൈഫിൽ, നിങ്ങൾ തമ്മിൽ എന്താണ് എന്നുള്ളതൊക്കെ അവർ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ ആ ഒരു തീരുമാനമെടുക്കാൻ, അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മടിയാണ് ഇവിടെ കാണിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ, അങ്ങനെ നിങ്ങളുടെ സിറ്റുവേഷൻ, അതായത് നിങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് അക്സെപ്റ്റ് ചെയ്താൽ തന്നെ ശരിക്കും അവരുടെ ഉള്ളിലൊരു പേടി ക്രിയേറ്റ് ആവുകയാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ അവർ ആക്സെപ്റ്റ് ചെയ്യാതെ നിൽക്കുന്ന പോലെ, അതായത് ഈ ബന്ധമൊക്കെ ഇത് ചുമ്മാ ഒരു ബന്ധമാണ്, നമ്മൾ തമ്മിലൊരു കണക്ഷൻ ഉണ്ട് എന്നുള്ള സിറ്റുവേഷനാണ്, മറ്റേതാണെന്നൊക്കെ ആയിരിക്കും വിളിക്കുന്നത്. ഓക്കെ, ബട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ അവർ അത്രത്തോളം സ്ട്രോങ് ഫീലിംഗ് ആണ് എന്നുള്ളത് അവർ സ്വയം ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇവിടെ. ഡിവൈൻ കൗണ്ടർ പാർട്സ് ആണ് നിങ്ങൾ, നോ ഡൗട്ട്. സോൾമേറ്റ് കണക്ഷൻ രണ്ടും കൂടി ഒന്നിച്ച് വന്നിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ വളരെ സോൾ ബോണ്ടാണ്. ഡിവൈൻ കൗണ്ടർ പാർട്ടാണ് നിങ്ങളുടെ. ട്വിൻ ഫ്ലെയിംസ് ആയിരിക്കാം, സോൾമേറ്റ്സ് ആയിരിക്കാം, രണ്ടും ആവാം. ഓക്കെ, സോ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണക്ഷനാണ്, ബോണ്ടാണ്. ആൻഡ് പേഴ്സൺ ആ തിരിച്ചറിവ് പേഴ്സണും വരും. ഓക്കെ, അവർക്കിപ്പോൾ അറിയുന്നുണ്ട് that നിങ്ങൾ എന്തോ ആണ് എന്നുള്ളത്. ബട്ട് എന്താണ്, അല്ലെങ്കിൽ ആ ഒരു സോൾ കണക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും അവർക്കൊന്നും മനസ്സിലാവില്ല. ഓക്കെ, ബട്ട് അത് വരും, അവർക്ക് തിരിച്ചറിയും. അബണ്ടൻസ് കാണുന്നുണ്ട്. ഇത് മണി, ലവ് ഓർ റിവാർഡ്സ് ആണ്. സോ യെസ്, നിങ്ങളുടെ സിറ്റുവേഷനിൽ നിങ്ങൾക്കൊരു സന്തോഷം, സ്നേഹം, അബണ്ടൻസ് വരുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് സ്നേഹമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പേഴ്സണുമായിട്ട് ഒരു നല്ലൊരു മുന്നോട്ട് ഒരു ഫ്യൂച്ചർ ഉണ്ട് എന്നാണ് പറയുന്നത്. കുറച്ച് പേർക്ക് ഞാൻ പറഞ്ഞ പോലെ മാരേജ് എക്സ്പെക്റ്റ് ചെയ്യാം. കുറച്ച് പേർക്ക് മാരേജ് ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ഒരു അറ്റ്ലീസ്റ്റ് നിങ്ങൾ തമ്മിലൊരു കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് കൺഫെഷൻ വരും എന്നുള്ളത് കാണുന്നുണ്ട്. റിലീസിങ് എ സീക്രട്ട്, പെർസ്യൂവിങ് വെർച്യൂ ത്രൂ ഓണസ്റ്റി. അവർ മനസ്സ് തുറന്ന് ഓപ്പണായിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും, കാര്യങ്ങൾ തുറന്ന് പറയാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ എന്നല്ല കേട്ടോ, വരും, കുറച്ച് ദിവസത്തിൽ മാറ്റങ്ങൾ വരും എന്നാണ് ഡീക്ലട്ടർ പറയുന്നത്. ഓക്കെ, നിങ്ങളോട് പറയുന്ന ഒരു കാര്യം നിങ്ങൾ ലെറ്റ് ഗോ ഓഫ് ഓൾഡ് ഐറ്റം, ക്രിയേറ്റ് എ ന്യൂ. ഓക്കെ, ഇത് നമ്മൾ ചില കാര്യം ഒരു ഫെങ്ഷൂയി ടൈപ്പ് ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നമ്മളൊരു ചെറിയൊരു റെമഡി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള പഴയ കാര്യങ്ങൾ, അവർ വേദനിപ്പിച്ചു, അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ഇതൊക്കെ ഒന്ന് മനസ്സിൽ നിന്നൊന്ന് ഫോർഗിവ്നെസ് കൊണ്ടുവന്ന് ലെറ്റ് ഗോ ചെയ്യാം. ഓക്കെ, ഫോർഗിവ്നെസ് പ്രെയർ എല്ലാവർക്കും അറിയാമായിരിക്കുന്നു വിചാരിക്കുന്നു. ഐ എം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഓക്കെ, അത് എന്ത് ഹോപ്പണോപ്പോണോവിൻ്റെ പ്രെയർ ഒന്ന് എടുത്ത് നോക്കുക, എന്താണെന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കുക, അത് ചൊല്ലിക്കൊണ്ടിരിക്കുക. ഓക്കെ, മനസ്സൊന്ന് ആദ്യം ശാന്തമാക്കൂ, കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് റിമൂവ് ചെയ്യൂ. അത് കഴിഞ്ഞ് അത് മാത്രമല്ല, നിങ്ങളുടെ വീട്ടിലെ ഏരിയാസ്, അതായത് എവിടെയെങ്കിലുമൊക്കെ കുറച്ച് നമ്മൾ പറയില്ല പഴയ സാധനങ്ങളൊക്കെ നമ്മൾ അക്യുമുലേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ക്ലീൻ ഔട്ട് ചെയ്യുക. കാരണം ഇത് എന്തിനാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലെ സാധനങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റുക, ഒന്ന് അറേഞ്ചിങ് ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുക. എവിടെയെങ്കിലും നമ്മൾ കുറച്ച് സാധനങ്ങൾ കൂട്ടി വെച്ച സ്ഥലങ്ങളുണ്ടെങ്കിൽ അതിനേക്ക് ഒന്ന് എടുത്ത് കളയാനോ അല്ലെങ്കിൽ മാറ്റാനോ ഒക്കെ ശ്രമിക്കാം. അതെന്തിനാന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു എനർജിയുടെ ചേഞ്ച് വരും. ഓക്കെ, നമ്മൾ എനർജി മൂവിങ് അറൗണ്ട് എന്ന് പറയും. ഇപ്പോൾ ചില കാര്യങ്ങൾ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും. സോ അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ചുറ്റുമുള്ള നിങ്ങളുടെ ടേബിൾ, നിങ്ങളുടെ ബാഗ്, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലോസറ്റ്, എന്ത് തന്നെയായാലും നിങ്ങളുടെ കബേർഡ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഓക്കെ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് നിങ്ങളൊന്ന് ഓർഗനൈസ് ചെയ്യും, ചെറുതായിട്ടൊന്ന് മാറ്റും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ, അല്ലെങ്കിൽ വീട്ടിൽ ഫർണിച്ചർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം. സോ അപ്പോൾ തന്നെ കുറച്ച് ഒരു എനർജിയുടെ ചേഞ്ചസ് വരാൻ തുടങ്ങും.
ഓക്കെ, അത് വളരെ നല്ലതായിരിക്കും. പറ്റിയ ഒരു പ്ലാന്റ് ഒക്കെ വാങ്ങി വീട്ടിൽ വെക്കുക, അല്ലെങ്കിൽ വീട്ടിൽ മീൻസ് വീട്ടിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ പ്ലാന്റ് വെക്കാൻ ശ്രമിക്കുക, ചെറുതെന്തെങ്കിലുമൊക്കെ. സോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കും. പേ അറ്റൻഷൻ പറയുന്നുണ്ട്. ലുക്ക് ഔട്ട് ഫോർ സൈൻസ് ഫ്രം ദ ഡിവൈൻ, അക്നോളജ് റെഡ് ഫ്ലാഗ്സ്. ഓക്കെ, ഇവിടെ ഒരു രണ്ട് കാര്യം പറയാം, രണ്ട് തരത്തിലെടുക്കാം. പേ അറ്റൻഷൻ ടു ദ സൈൻസ്, അതായത് ഡിവൈൻ സൈൻസ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഡിവൈൻ നിങ്ങൾക്ക് പല സൈൻ തരുന്നുണ്ട് ഈ ബന്ധത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ ഈ ബന്ധം മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകണം എന്ന രീതിക്കൊക്കെ പറയുന്നുണ്ടാവും. മാത്രമല്ല കുറച്ച് റെഡ് ഫ്ലാഗ് ഉണ്ട് എന്നും പറയുന്നുണ്ട്, അതായത് പേഴ്സൻ്റെ ഭാഗത്ത് എല്ലാവർക്കും. ഓക്കെ, ഇതാണ് ഞാൻ മെയിനായിട്ട് പറയാൻ വന്നത്. സെയിം അഗെയിൻ പേഴ്സണിന് സ്നേഹമുണ്ട്, നിങ്ങളോട് ഇഷ്ടമുണ്ട്, ലവ് എല്ലാം ഉണ്ട്, ശരിയാണ്. പക്ഷേ നമ്മൾ പറയില്ലേ, റിയാലിറ്റി കൂടി നമ്മൾ ചിന്തിക്കുകയും വേണം. ഓക്കെ, അപ്പോൾ റിയാലിറ്റി എന്ന് പറയുമ്പോൾ അതായത് അവരുടെ പെരുമാറ്റം, അവരുടെ ചില പ്രവൃത്തികൾ, കാര്യങ്ങൾ, അതുമൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യണം. ഓക്കെ, കാരണം നമ്മൾ ലൈഫാണ്. ഓക്കെ, വെറുതെ വെച്ച് നമുക്ക് പന്ത് തട്ടുന്ന പോലെ തട്ടി കളിക്കാൻ പറ്റില്ല അല്ലേ. സോ അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അവരുടെ പെരുമാറ്റങ്ങൾ എന്താണ്, അവരെന്തെങ്കിലും ചെയ്യുന്ന ചില റോങ് ബിഹേവിയർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, അത് എത്ര സ്നേഹമുണ്ടെങ്കിലും നമുക്ക് മാപ്പ് കൊടുക്കാം, പക്ഷെ അവരെ നമ്മുടെ ലൈഫിൽ വെക്കണോ വേണ്ടേ എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കുകയും വേണം. സോ റെഡ് ഫ്ലാഗ് എന്ന് പറയുന്നുണ്ട്. സോ കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക്, അല്ലെങ്കിൽ അവർ നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നു, നിങ്ങളെ ഒരുപാട് വിഷമിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ നല്ലതല്ല എന്നൊക്കെ നിങ്ങൾക്ക് അറിയുവാണെങ്കിൽ, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് സ്നേഹം കളയാനല്ല ഞാൻ പറയുന്നത്, പക്ഷേ അതിൽ നിന്ന് മാറിയെങ്കിലും നിങ്ങൾ നിൽക്കുക. ബിക്കോസ് ചില കാര്യങ്ങൾ നമ്മൾ ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അത് ചില കാര്യങ്ങൾ കണ്ടിന്യൂ ആയിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കില്ല അല്ലേ. സോ അതുമൊക്കെ നമ്മളൊന്ന് ചിന്തിക്കണം എന്ന രീതിയിലാണ്. സ്നേഹമുണ്ട്, ശരിയാണ്, ഇഷ്ടമുണ്ട്, എല്ലാ കാര്യങ്ങളോടും. അതിൻ്റെ അവർ മാറ്റം അവർ കൊണ്ടുവരുന്നുണ്ടോ, അവരുടെ ഭാഗത്ത് മാറ്റങ്ങൾ അവർ കൊണ്ടുവരുന്നുണ്ടോ, അവർ തിരിച്ചറിവ് അവർക്ക് വരുന്നുണ്ടോ, അതൊക്കെ നിങ്ങൾ വാച്ച് ചെയ്യുക. ഓക്കെ, അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ. കാരണം നിങ്ങളുടെ വാല്യൂ കളഞ്ഞ് നിങ്ങൾ എപ്പോഴും പുറകെ പോയിക്കൊണ്ടിരിക്കലല്ല വേണ്ടത്. ഓക്കെ, അവരത് മനസ്സിലാക്കി അവരുടെ ഭാഗത്തുനിന്ന് കൂടി ഒരു എഫേർട്ട് ഉണ്ടോ എന്നൊക്കെ നോക്കേണ്ടതാണ്, അതും ആവശ്യമാണ്. ഓക്കെ, അത് നോക്കുന്നതിൽ തെറ്റില്ല. സോ യെസ്, ഇതൊക്കെയാണ് ഇന്നത്തെ മെസ്സേജ്. എന്തായാലും വളരെ സ്ട്രോങ്, നല്ല റീഡിംഗ് ആയിരുന്നു. ഞാൻ ഇത്ര ലോങ് പോകുന്നു വിചാരിച്ചില്ല. എന്തായാലും എല്ലാവർക്കും നല്ലൊരു സാരിക്കട്ടെ. നന്ദി, നമസ്കാരം.